എനിക്ക് 18 ആവുന്ന വരെ എൻ്റെ മണി ആക്സസ് ഫുൾ അമ്മയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്പോഴത്തെ കണക്കൊന്നും അറിയില്ല. അതിനുശേഷം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ അത്യാവശ്യം ഒരു കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. 50 lakhs. 4 വർഷമോ 4 വർഷത്തിലുണ്ടോ 50 lakhs. എന്താ ചേച്ചി അയ്യോ എനിക്ക് അറിയില്ലാട്ടെ, ഞാൻ അതൊക്കെ ഒരു ഊഹത്തിൽ പറയാണ്. മാത്യുവിന് ഭയങ്കര ഇഷ്ടമാണോ? അത് പണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ചെയ്യാറില്ല. ഇഷ്ടമില്ല? അത് ആ ഒരു പ്രായത്തിന്റെ 3 മാസം മുമ്പ് പറഞ്ഞതാണ്. ഇൻസ്റ്റയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഫേക്ക് അക്കൗണ്ട്സ് അല്ല, പക്ഷെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ട്. എനിക്ക് കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് ഈ കാർ വാങ്ങണം അങ്ങനെ നമ്മളിവിടെ മെയിൻ ആയിട്ട് പറയുന്നത് മറ്റേ ഓഡി BMW ബെൻസ് അതിനോടാണോ താല്പര്യം? അങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ലത്. കൂപ്പർ എടുക്കങ്ങട്. അതെന്താ സംഭവിച്ചാ പുതിയ സ്വിഫ്റ്റ് എടുത്താ കൂപ്പർ പോലെ തന്നെ ഉണ്ട്. എന്നാ പിന്നെ ആ സ്വിഫ്റ്റ് എടുത്ത് ലോകം മറ്റിട്ടപ്പോൾ ഇതിന് പൈസ കളയണം. ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി വഴി മാറി പോകുന്ന ചാറ്റ്സായി ചില നടന്മാർ ഇൻബോക്സിൽ വരാറുണ്ട്. നടന്മാരൊന്നും വരാറില്ല. ഐ ഹാവ് നെവർ. ഇനി എല്ലാരും എന്തോ കുട്ടിയായിട്ടാ കാണുന്നത്. ഈ പറയണ പോലെ ഒന്നും എനിക്ക് നടക്കുന്നില്ല. 19 വയസ്സായതൊന്നും മനസ്സിലാറിയില്ല. എനിക്കറിയില്ല, എനിക്ക് അങ്ങനൊന്നും വന്നിട്ടില്ല. എന്റെ വീട്ടുകാർക്കൊന്നും അത്ര കുളിപ്പൊന്നുമില്ല, ഉണ്ടാവില്ലല്ലോ. അതാണ് അതിന്റെ ഒരു ഇത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2024 പവർഡ് ബൈ ഹാർവിയോറ. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ ഈ ചെറു പ്രായത്തിൽ തന്നെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു മിടുമിടുക്കിയാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു തേജ തങ്കു. താങ്ക് യു ചേച്ചി. വെൽക്കം ടു ദ ഷോ. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. എന്തിന് 2 മില്യൺ ആയില്ലേ? ഇതിന് മുമ്പ് നമുക്കൊരു ഇന്റർവ്യൂ തന്നപ്പോ 1 മില്യന്റെ സെലിബ്രേഷനിലൊക്കെ ആയിരുന്നു. ഇപ്പം 2 മില്യൺ ആയി. അപ്പൊ 1 മില്യൺ എനിക്ക് തോന്നുന്നു പുറത്ത് എവിടെ ഉള്ളപ്പോഴായിരുന്നു 1 മില്യൺ ആയത്. 2 മില്യൺ ആയപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റും ഇതൊക്കെ? 2 മില്യൺ ആയപ്പോ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ടു, അപ്പൊ കിട്ടിയപ്പോ നല്ല സന്തോഷമായി. ഭയങ്കര പെട്ടെന്നൊരു ഗ്രോത്ത് ആയിരുന്നു അല്ലേ? കഴിഞ്ഞൊരു 1 ഇയർ മുമ്പല്ലേ 1 മില്യൺ ആയത്? അത് ഞാൻ ഈ കഴിഞ്ഞ വർഷം നല്ലപോലെ പണിയെടുത്തിരുന്നു. ആ 1 മില്യൺ തൊട്ട് 2 മില്യൺ വരെയുള്ള ആ ഒരു ജൈത്രയാത്ര എങ്ങനെയായിരുന്നു? ജൈത്രയാത്രന്റെ അർത്ഥം എന്താ എനിക്കറിയില്ല. പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു. ആക്ച്വലി എന്റെ സ്കൂൾ കഴിഞ്ഞത് 2023 ഒരു മാർച്ച് ഒക്കെ ആയപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ക്ലാസ് തുടങ്ങിയത് നവംബർ 2023 ആയിരുന്നു. അപ്പൊ ഇടയിൽ കുറേ മാസം ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ നല്ലപോലെ ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ അത് ഞാനൊരു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയി കുറച്ചുകൂടെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് നമ്മളൊരു ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ എന്നെ പറ്റി പറയുമ്പോ എനിക്ക് പക്ഷെ ഇപ്പൊ തങ്കുന്റെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫീൽ ഗുഡ് വീഡിയോസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ഭയങ്കര എന്താ പറയാ കുറേ വട്ടം കണ്ടു. ഒരു അപ്പൂപ്പനെ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നില്ല, നല്ല ഫീൽ ഗുഡ് ആയിരുന്നു. അപ്പം ഇപ്പൊ ഓണം നാളുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഓണമായിട്ട് എന്തൊക്കെയാ പരിപാടി? ഓണമായിട്ട് ഞാൻ കുറച്ച് സീക്രട്ട് ആണ്, ഞാൻ പറയത്തില്ല. വീഡിയോ കാണുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ. ഓണമായിട്ട് അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. എന്റെ കോളേജിലെ ഫസ്റ്റ് ഓണാണ്. അത് എനിക്കൊരു നല്ലൊരു കണ്ടന്റ് ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ അത് നടക്കില്ല പറഞ്ഞു കുറെ. അപ്പൊ എനിക്ക് കുറച്ച് സങ്കടം. കോളേജിൽ നല്ല സൂപ്പർ അല്ല കോളേജ് സെലിബ്രേഷൻ, അത് സെലിബ്രേഷൻ ഫുൾ ഷൂട്ട് ചെയ്യാൻ. അതല്ലാതെ ഞാൻ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എത്രത്തോളം സക്സസ് ആവുന്ന അറിയില്ല. പിന്നെ ഈ ഒരു കാര്യം കേട്ടു, സൂപ്പ് കുടിക്കാനായിട്ട് വീട്ടിലൊരു പാരറ്റിനെ തല്ലിക്കൊന്ന് സൂപ്പാക്കി. പപ്പ പറഞ്ഞ കഥയാ. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അങ്ങനെ ചെയ്യാനെങ്കിൽ ഒരു പാരറ്റ് വാങ്ങിച്ച് കൊന്ന് പറഞ്ഞതാ. ഇല്ല, അത് എനിക്ക് പലതിനോടും ഇങ്ങനെ ഓരോ ക്രേസ് തോന്നാറുണ്ട്. എനിക്കൊരു ടൈമിലല്ല, ഇപ്പോഴും എനിക്ക് പെറ്റ്സ് ഭയങ്കര ക്രേസ് ആണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കൊണ്ട് ഞാൻ ഒരു തത്തേനെ വേണം പറഞ്ഞു. സംസാരിക്കും എന്നാണ്, ചെറുതായിരുന്നു. അപ്പൊ ഏത് തത്ത വാങ്ങിച്ചാലും സംസാരിക്കുന്നായിരുന്നു എന്റെ ഇത്. അപ്പൊ ഞാൻ തത്തേനെ വേണം പറഞ്ഞപ്പോ അവര് തത്തേനെ എനിക്ക് പിടിച്ചു തന്നു. ആ തത്ത മരിച്ചുപോയി തന്നെ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ. എത്ര നാളുണ്ടായിരുന്നു?
ഭയങ്കര കുറവ്, ഒരു 2 ആഴ്ച. അത്ര പെട്ടെന്ന് മരിച്ചു പോയി? അമ്മ പറഞ്ഞു ആ തത്ത വയസ്സായതാണെന്ന്. ആണോ? അത് എന്നെ സമാധാനിപ്പിക്കാനാണോ അറിയില്ല. അപ്പൊ ഞാൻ അതിനെ എനിക്ക് നല്ല സങ്കടമായി. അപ്പൊ ഞാൻ അതിനെ എടുത്ത് ഞങ്ങളുടെ അപ്പുറത്തെ മറ്റേ മണ്ണുള്ളിടത്ത് കൊണ്ട് ഇട്ടു. സ്കെലിറ്റൻ അല്ലേ? അത് മണ്ണുള്ളവിടെ ഇട്ടു. ഞാൻ എല്ലാ ദിവസം അതിന് മിസ് ചെയ്യുന്ന എല്ലാ ദിവസം പോയി നോക്കും. അത് നോക്കിയപ്പോ അത് എല്ല് മാത്രമായി. ഞാൻ ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് കണ്ടപ്പോ നല്ല ഇഷ്ടം തോന്നി. ഞാൻ ഒക്കെ എടുത്ത് വെച്ചു. ഇപ്പോഴും ഉണ്ട്? ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു, അത് കാണിച്ചു കൊടുക്കുന്നത്. ആണല്ലേ? അന്ന് നമുക്ക് തത്തയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്കൊരു പാട്ട് പാടിയാലോ? ഈ പാട്ടിന്റെ പരിപാടിക്ക് ഞാൻ ചെറിയൊരു പാട്ട് പാടിയത്, തത്തപ്പാട്ട് പാടിയാൽ മതി. തത്തക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഈ പാട്ട് അറിയോ? തത്തേ തത്തമ്മേ. എനിക്കറിയത്തില്ല. ഞാൻ ലിറിക്സ് പറഞ്ഞുതരാം. അറിയത്തില്ല. എനിക്കറിയാം. യദുകുല കമ്പോഞ്ചി പാട്ട് നിന്നെ കൊണ്ട് പാടിപ്പിക്കാൻ സിമ്പിൾ ആണ്. ഞാൻ എനിക്ക് എഴുതി തരാം പാട്ട്. തത്തയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു പാട്ട് പാടാം. വേറെ വല്ലതും പോരെ പാട്ട്. എനിക്ക് നന്നായിട്ട് തങ്കു നന്നായിട്ട് പാട്ട് പാടുമെന്ന്. വേണ്ട, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പാടാൻ പറ്റും. സാരില്ല, ഈ ഒരു പാട്ട് ഓണമൊക്കെ അല്ലേ, നമുക്കൊന്ന് കളർഫുൾ ആക്കണ്ടേ? ലിറിക്സ് ചെയ്ത് തരണോ? ഞാൻ എപ്പോഴും കോളേജിലൊക്കെ പാടണ പാട്ട് പാടാം. അപ്പൊ തത്തക്കുട്ടിയുടെ പാട്ട് പാടൂല? ഒന്നും വേണ്ട, അന്ന് ഒരു പാട്ട് പാടിക്കോ, ഇഷ്ടമുള്ള പാട്ട്. ഞാൻ ലിറിക്സ് എടുക്കട്ടെ കേട്ടോ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ വെള്ളേ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. മതി. ഇത് ഓട്ടോ ട്യൂൺ എന്താന്ന് വെച്ചാൽ ചെയ്ത് ഇട്ടാ മതി. ശരിക്കും നന്നായിട്ട് പാടുന്നുണ്ട്. സീരിയസ് നല്ല സൗണ്ട് ആട്ടോ. എനിക്ക് ഇനി അറിയാലോ ഞാൻ എങ്ങനെ നല്ല മതിപ്പുണ്ട് എന്നൊക്കെ. അതല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരുപാട് ഫങ്കി കളേഴ്സ് തേജന്റെ അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലൂ കണ്ടിട്ടുണ്ട്, ഗ്രീൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? ഞാൻ ആകെ ഒറ്റ തവണ കളർ അടിച്ചപ്പോ തന്നെ എനിക്ക് ആ ഒരു പൂതി അങ്ങോട്ട് മാറി കിട്ടി. ഞാൻ പിന്നെ ഈ ഒരു കളർ, ഞാനൊരു കുറച്ചൊരു ബേജ് ബ്ലോണ്ട് കളർ ട്രൈ ചെയ്ത്, പിന്നെ എനിക്ക് ആ ഒരു പൂതി അങ്ങോട്ട് മാറി കിട്ടി. എന്നാലും ലൈക്ക് നമ്മളിങ്ങനെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ നോക്കൂലേ. എനിക്ക് ആ ധൈര്യം എന്റെ ജീനിലൂടെ കിട്ടിയതാണ്. എന്റെ വീട്ടുകാർക്കൊന്നും അത്ര ഉളുപ്പൊന്നുമില്ല, ഉണ്ടാവില്ലല്ലോ. അതെ, അതാണ് അതിന്റെ ഒരു ഇത്. എന്റെ പപ്പ ചെറുപ്പത്തിൽ ഇങ്ങനെ പലതും ചെയ്യും. പപ്പയുടെ ഫീമെയിൽ വേർഷനാണ് ഞാൻ. അപ്പൊ അത് വീട്ടുകാർക്കാർക്കും ഒരു റിയാക്ഷനോ, അമ്മ മാത്രം റിയാക്ട് ചെയ്യും. കാരണം എന്താ, അമ്മയുടെ ജീൻ വേറെയാണല്ലോ, ഞാൻ പപ്പയുടെ ജീനാണല്ലോ. അമ്മ പപ്പേനെ കണ്ടിട്ട് യോ ഈശ്വര ഇതിനെങ്ങനെ സഹിക്കും വിചാരിക്കുമ്പോഴായിരുന്നു ഞാൻ ചിരിച്ചു. അപ്പൊ പിന്നെ അമ്മയുടെ ജീവിതം തൃപ്തിയായി. അതുകൊണ്ട് പപ്പക്ക് ഒരു ഞെട്ടലും ഇല്ല. അങ്ങനെ ഓക്കെ. ഇപ്പൊ എനിക്കാണെങ്കിൽ മനസ്സിലായി ഭയങ്കര ഒരു മണി മാനേജ്മെന്റ് ഉള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇല്ലേ? അല്ലേ? അങ്ങനെയല്ല തോന്നുന്നു. അല്ല, എനിക്ക് എന്റെ അടുത്ത് എന്നെ പറ്റി ചോദിച്ചാ ഞാൻ പൊക്കി പറയത്തേ ഉള്ളൂ. ഇല്ല, എന്നാലും അധികം അങ്ങനെ ഭയങ്കര ഒരു പിന്നെ ഇന്റർവ്യൂവിന് എന്നെ പറ്റി അല്ലാണ്ട് വേറെ എന്തായാലും ചോദിച്ചു. അത് ശരിയാ. അതല്ല, ശരിക്കും നല്ല മണി മാനേജ്മെന്റ് ഉള്ള ഒരു ആളല്ലേ? സത്യം പറയുകയാണെങ്കിൽ ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്ന പൈസയിൽ ഇപ്പോൾ പുറത്തുനിന്ന് അവർ കാണുമ്പം സ്പെൻഡിങ് അങ്ങനെ തോന്നുവാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂൻ്റെ ഞാൻ ഫിക്സ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ എങ്ങാനിപ്പം ആരെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ അല്ലെങ്കിൽ എന്തൊരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴായിരിക്കും ആ പെർസെൻറ്റേജ് എക്സീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ കുറച്ച് കുറയ്ക്കും. അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഏകദേശം ഒരു മാസം എത്ര സ്പെൻഡ് ചെയ്യും? മാസം സ്പെൻഡ് ചെയ്യുന്നതോ, ഞാൻ സാലറി കൊടുക്കലുണ്ട്. എന്റെ എഡിറ്റർ പിന്നെ ക്യാമറ എടുക്കും. എന്റെ കസിൻ തന്നെയാണ്, എന്നാൽ പോലെ അവർ ചെയ്യുന്നത് ഒരു ജോലിയാണല്ലോ. പിന്നെ എന്റെ അമ്മക്ക് കൊടുക്കലുണ്ട്, എന്റെ ചേച്ചിക്കൊക്കെ കൊടുക്കലുണ്ട്. അവരൊക്കെ പെയ്ഡ് ആർട്ടിസ്റ്റ് ആണ്, വെറുതെ ഒന്നല്ല. അല്ല, എനിക്ക് തോന്നി ഇപ്പൊ ഞാൻ എന്റെ ഒരു വീഡിയോ സക്സസ് ആവുന്നത് എന്റെ വീട്ടിൽ നിന്ന് 4 പേരും വരുമ്പോഴാണ് റീച്ച് പൊതുവെ കൂടുതൽ. അപ്പൊ ഈ 4 പേരെ ഞാൻ ഫ്രെയിമിൽ കൊണ്ടുവന്ന് ഇവരുടെ ഒക്കെ വീഡിയോ എടുത്ത് അതിന്ന് കിട്ടുന്ന റവന്യൂ ഞാൻ ഒറ്റക്ക്, അത് എനിക്കൊരു ശരിയായി തോന്നിയില്ല. അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ആ പൈസ കിട്ടുന്നത്. അപ്പൊ ഇതൊരു ഭാഗം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഫെയർ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് കൊടുക്കുന്നത്. അതിങ്ങനെ സാലറി ആയിട്ടല്ല, ഇന്റെ ഒരു സന്തോഷം. അവർ ഇന്നോട് താ ചോദിച്ചിട്ടൊന്നുമല്ല, ഇന്റെ ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് അവർ ചെയ്ത സാധനത്തിന് എനിക്ക് അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ട് അവർ ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മന്തും. അപ്പോൾ അതെല്ലാം മാറ്റി എൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം എനിക്ക് അത്രക്കൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് ഡ്രസ്സ് എടുക്കലുണ്ട്,
അത് മാത്രമായിരിക്കും ഉള്ളത്. പിന്നെ KFC KFC തന്നെ ഒരു ദിവസം എത്ര അത്രക്കൊന്നും പോവില്ല. ഇല്ല ഞാൻ അങ്ങനെ കണക്കെടുത്തിട്ടില്ല എന്നല്ല, കണക്കെടുത്ത് ഞാൻ പറയും നടത്തുന്ന റേഷ്യോ. അല്ല, ഞാൻ ബാങ്ക് ബാലൻസ് നോക്കുന്ന സമയത്ത് എനിക്കറിയാം വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന്. അങ്ങനെ എന്നാലും ഈ ഒരു 4 ഇയേഴ്സിൽ ഏകദേശം എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും മൊത്തത്തിലോ? 5 ലക്ഷം ഞാൻ എവിടെ 5 ലക്ഷം അല്ല, അത് എനിക്ക് എന്റെ സ്കൂളിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറെ ഇടയിൽ മന്ത്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. അതിന്റെ മുന്നേക്ക് എന്റെ വീഡിയോസ് ഞാൻ തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ടൈമില്ല. വീഡിയോ എടുക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഇതന്നെ ഒരു സൈക്കിൾ പോലെ, വേറെ ഒന്നിനും എനിക്കില്ല. അപ്പൊ പിന്നെ വെക്കേഷൻ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് എഡിറ്റ് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ വീഡിയോ എടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു, മൊത്തം എഡിറ്റ് ചെയ്യുന്നു. നമ്മൾ ഏകദേശം ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കണ്ട അത് ചെയ്യുന്നു. ഞാൻ ചുമ്മാ വീഡിയോ അയച്ചിടാൻ മാത്രമേ ചെയ്യുള്ളൂ. ആൾ ഇഷ്ടമുള്ള പോലെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പക്കയായിരിക്കും, എനിക്ക് കറക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ കൊളാബറേഷൻസും പ്രൊമോഷൻസും അതൊക്കെ മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് റവന്യൂ കൂടാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ മെയിൻ റവന്യൂ ആഡ്സൻസ് എന്നല്ല, എനിക്ക് മെയിൻ റവന്യൂ എല്ലാം കൂടെ. അപ്പൊ അങ്ങനെയാണ് ഒരു 5 lakhs ആ ഒരു മന്ത് ഒക്കെ അത്യാവശ്യം ഒരു മാസമാണ് 5 lakhs ഒരു മാസം കിട്ടിയിട്ടാണ്. ആ ഒരു മാസം ഞാൻ കുറച്ച് റിച്ച് ആയിരുന്നു. ആ മാസം പിന്നെ കോളേജ് തുടങ്ങിയപ്പോൾ അത് കുറച്ച് തിരക്ക് പോയി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ കോളേജിനിടയിൽ എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനെങ്കിലും ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് ഒരു എന്നാലും ഏകദേശം ഈ ഒരു 4 ഇയേഴ്സിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? എനിക്ക് 18 ആവുന്നവരെ എൻ്റെ മണി ആക്സസ് ഫുൾ അമ്മയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്പോഴത്തെ കണക്കൊന്നും അറിയില്ല. അതിനുശേഷം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ അത്യാവശ്യം ഒരു കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 50 lakhs. 4 വർഷമോ? 4 വർഷത്തിലുണ്ടോ 50 lakhs? എന്താ ചേച്ചി അയ്യോ എനിക്ക് അറിയില്ലാട്ടെ, ഞാൻ അതൊക്കെ ഒരു ഊഹത്തിൽ പറയാണ്. എനിക്ക് 4 വർഷത്തെ കണക്ക് എങ്ങനെ ഇതൊക്കെ എവിടെ പോയി എവിടെ കൊണ്ടറിയില്ല ചേച്ചിക്ക് ടെൻഷൻ ആവും. എന്റെ കയ്യില് പൈസ ഉള്ളത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട്. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? എനിക്ക് 19 വയസ്സുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ലിക്വിഡ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ബാക്കി ഞങ്ങൾ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ചെലവാക്കും. എന്താ ഈ 19 വയസ്സിൽ എന്തൊക്കെ ആവശ്യങ്ങളുള്ളത്? എനിക്ക് എന്താ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അതിന്റെ ഫണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് എന്താ സർവേ എടുക്കണ പോലെ എനിക്ക് ടെൻഷൻ ആവണോ, ഞാൻ എന്തിനൊക്കെ തെറ്റ് ചെയ്തോ? ഇല്ല ഇനിയിപ്പം ഇൻകം ടാക്സുകാർ വരാണ്ട് നോക്കിക്കോട്ടെ. 50 ലക്ഷം ഇല്ല നമ്മൾ ടാക്സ് കിട്ടുന്നുണ്ട്. ആണല്ലേ? ഓ, എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ടാണ്. അതെ, പണ്ട് എനിക്ക് 18 വയസ്സില്ലാത്തപ്പോ ടാക്സ് വേണ്ട, ഞാൻ ചെറുതല്ലേ. 18 കഴിഞ്ഞ ശേഷം നമ്മൾ ടാക്സ് 18 വയസ്സ് വരെ മണിയുടെ ആക്സസ് ഫുൾ അമ്മന്റെ അടുത്തായിരുന്നില്ലേ? ഈ ഒരു 1 ഇയറിലാണ് 50 lakhs ഉണ്ടാക്കിയത്. അല്ല ചേച്ചി, ഇന്നോട് ചോദിക്കാൻ എനിക്കൊന്നും കണക്ക് അറിയത്തില്ലോ. എനിക്ക് എന്റെ തലയിലൊന്നും പ്രോസസ് ആവണ്ട, എനിക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല. ഇല്ലല്ലോ, വിട്ടോ പോട്ടെ, വായിക്കട്ടെ. എന്നാലും ഉണ്ടല്ലോ ചേച്ചി, 50 ലക്ഷം നമുക്ക് ഇത് തമ്മില് കൊടുക്കാനുള്ളതാ. തേജ തങ്കുവിന്റെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ചേച്ചി, അയ്യോ എന്റെ വായിന്ന് അതെങ്ങനെയാ വീണതാണ്. ഇല്ല, വിട്ടോ ടെൻഷൻ ആവണ്ട. അത് സത്യമായിട്ടല്ല ചേച്ചി ചോദിച്ചത് ഏതോ മൈൻഡില്. എനിക്കറിയില്ല കണക്ക്. എന്റെ കയ്യിൽ 18 ശേഷം കിട്ടിയതിന്റെ ഞാൻ ഓരോ മന്തിന്റെയും കണക്ക് എഴുതി വെക്കുന്നു. അങ്ങനെ നോട്ട്സിൽ നോട്ട് ചെയ്യുന്നല്ലാതെ വേറെ അയ്യോ. നമുക്ക് ഇൻസ്റ്റഗ്രാമിലോട്ട് സബ്സ്ക്രൈബേഴ്സിലോട്ടൊക്കെ വരാം. ഒരുപാട് ഫാൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഞാൻ എല്ലാ വീഡിയോസിലും സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു എന്നൊക്കെ പറയുന്നത്. കൊറേ ഫാൻസ് അല്ല, അവരെന്റെ വീഡിയോസ് കണ്ട് എന്റെ വീഡിയോസിൽ അവർക്ക് എന്തോ ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അവര് ഇന്നെ കാണുമ്പോ വീഡിയോത്തെ കുട്ടി എന്ന് പറഞ്ഞു വരുന്നു. അതെ, ലൈക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനത്തെ മെസ്സേജാ വരല്? ചേച്ചി ബിഗ് ഫാൻ അല്ലെങ്കിൽ എന്താ? എനിക്ക് കുട്ടികളെ മെസ്സേജ് അയക്കാറ്. കുട്ടികളാണ് കൂടുതൽ മെസ്സേജ് അയക്കാറ് അല്ലേ? ഞാൻ നോക്കുന്ന എല്ലാം ഓൾമോസ്റ്റ് കുട്ടികളായിരിക്കും. അപ്പൊ അവര് ചേച്ചി വീഡിയോ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണ്, അങ്ങനെയൊക്കെ ആയിരിക്കും അയക്കാം. ഓക്കെ, പിന്നെ ഒരു പാട്ടും കൂടെ പാടിയാലോ? ഓണമൊക്കെ ഈ കളിക്ക് ഞാൻ ഇല്ലാട്ടോ, ഇത് പ്രശ്നമാണ്.
ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പൊ 19-ാം വയസ്സിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരാളാണ്. ഇപ്പം വണ്ടി വാങ്ങിച്ചു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇപ്പൊ ഇപ്പൊ എനിക്കൊക്കെ 23 വയസ്സാണ്. അപ്പം എന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ഒരുപാട് അങ്ങനെയല്ല. അങ്ങനെയല്ലടാ. ഇപ്പം ഈ 19-ാം വയസ്സിൽ ഇതൊരു ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും അല്ലേ? എനിക്ക് അതെ. അപ്പം നമ്മുടെ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് അതായത് അഡ്വൈസ് അങ്ങനെയൊന്നും കാണണ്ട, ലൈക്ക് അവർക്ക് പറയാൻ. അതായത് ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ മേ ബി ആൾക്കാർ ആരെങ്കിലും, എനിക്ക് തോന്നിയില്ല എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രം ഞാൻ എന്തോ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ ആർക്കെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ശരിക്കും. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ചെയ്തിട്ട് അത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ അത് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് വരുള്ളൂ. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാത്തിടത്തോളം, അതായത് ഒരു പോയിന്റ് വെച്ചിട്ടാണെങ്കിലും അതിനുള്ള പോസിബിലിറ്റി കൂടി വരും. അപ്പോൾ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എല്ലാവരും വിശ്വസിക്കാൻ പറയുന്നത്, ലൈക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു റൈറ്റ് ടൈം ഉണ്ട്. ആ റൈറ്റ് ടൈമിൽ അത് എന്തായാലും നടക്കും. പക്ഷെ ആ റൈറ്റ് ടൈം എത്തുന്നവരെ നമുക്ക് അതിനുള്ള കമ്മിറ്റ്മെന്റും ഡിറ്റർമിനേഷനും നമ്മൾ കീപ്പ് ചെയ്യണം. അത് ലൈക്ക് ഒരു ടെസ്റ്റ് പോലെയാണ്. നമുക്കൊരു സാധനത്തിനോട് അത്രയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ് ആയിട്ടും ഇടയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്യത്തില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ റൈറ്റ് ടൈം ആകുമ്പോൾ അത് ഹാപ്പൻ ആവും. അപ്പം എനിക്ക് പറഞ്ഞാൽ ലൈക്ക് ഗിവ് അപ്പ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ 19 ഇയേഴ്സ് ആണെങ്കിലും ഒരാൾ ഇപ്പൊ ചേച്ചി പറഞ്ഞ ഇപ്പൊ 23 ഇയേഴ്സ് ആണെങ്കിലും ആ ഏജ് വെച്ച് കമ്പയർ ചെയ്യുന്നതിന്റെ വരെ നമ്മൾ റൈറ്റ് ടൈം എത്തുന്നവരെ നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, നമുക്കപ്പം ഒരു സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വർത്താനം പറഞ്ഞു, ഒരുപാട് വെള്ളം കുടിപ്പിച്ചോ? ഇല്ലല്ലോ. നന്നായി. കമന്റ് ബോക്സിൽ എനിക്ക് നേരെ ആക്രമണം ഇരിക്കും. ആ പാവത്തിന് സൈബർ ബുള്ളിങ് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഇല്ല, അഭിപ്രായം പറയാം. നമുക്കൊരു ചെറിയൊരു ഫൺ സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, നെവർ ഹാവ് ഐ എവർ. ഓക്കെ, പിടിച്ചോ. തുടങ്ങാം. യൂട്യൂബ് ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. സ്ട്രൈക്ക് എന്ന് വെച്ചാൽ 3 കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോഴല്ലേ സ്ട്രൈക്ക് കിട്ടുക. എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടോ? 1-2 വീഡിയോ ഒക്കെ എന്തോ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യലുണ്ട്. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരം സ്റ്റോക്ക് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്? ഇല്ല, ഞാൻ സ്ഥിരമായിട്ട് ആരെയും സ്റ്റോക്ക് ചെയ്യാറില്ല. എന്നാലും മാത്യുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് പണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ചെയ്യാറില്ല. ഇപ്പൊ ഇഷ്ടമില്ല? അത് ആ ഒരു പ്രായത്തിന്റെ 3 മാസം മുമ്പ് പറഞ്ഞതാണിത്. അല്ല, 3 മാസം മുന്നേ ഞാൻ പറഞ്ഞത് പണ്ടായിരുന്നു. അതെ അതെ. ഇപ്പൊ ചെയ്യലൊന്നുമില്ല ആരെ. വേറെ ആരും സ്റ്റോക്ക് ചെയ്തിട്ടില്ല? എനിക്കറിയില്ല, ഞാനൊരു പ്രത്യേക മനുഷ്യനാണ്. ഇപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് ആരെങ്കിലും, ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ നമ്മൾ അവരെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ലേ? സ്റ്റോക്ക് ചെയ്യില്ല? ഓക്കെ. ഇല്ല ഇല്ല ഇല്ല, ചെയ്യാറില്ല. ആരെങ്കിലും ഇങ്ങനെ ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പൊ ലൈക്ക് നമ്മൾ ഈ ലൈക്സ് ഒക്കെ നോക്കുമ്പോ പിന്നെ സെലിബ്രിറ്റി ലൈക്ക് ചെയ്തു അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ? അല്ല, നമ്മളിങ്ങനെ റാൻഡം ആയിട്ട് വല്ല അക്കൗണ്ട് നോക്കുക നല്ലത്. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അവര് അങ്ങനെയൊന്നും നോക്കലില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്തതിൽ ഇപ്പൊ ആരെങ്കിലും എല്ലാവരും കമന്റ് ചെയ്തതിൽ കാണുമ്പോ ഇങ്ങനെ ഒരാളുണ്ട്, എന്താ പ്രൊഫൈൽ അപ്ഡേറ്റ്, അങ്ങനെ നോക്കലുണ്ട്. ഓക്കെ, അപ്പം ലൈക്ക് അങ്ങനെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ചെയ്തിട്ടില്ല. ബ്ലൂടിക്ക് ഉള്ള ഏതെങ്കിലും? അതിപ്പോ മറ്റേ 699 രൂപ ബ്ലൂടിക്ക് കൊണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറെ ഉണ്ട്. അല്ല, എനിക്ക് അറിയുന്ന, ഞാൻ നോട്ടീസ് ചെയ്ത് അങ്ങനെ സെലിബ്രിറ്റീസ് ഒന്നും ഇല്ല, ഓർമ്മയിലില്ല. ഓക്കെ, ഇൻസ്റ്റയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്? ഫേക്ക് അക്കൗണ്ട്സ് അല്ല, പക്ഷെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ട്. ഫേക്ക് അല്ല, പ്രൈവറ്റ് അക്കൗണ്ട്. ഐ ഹാവ് പ്രൈവറ്റ് അക്കൗണ്ട്. ഫേക്ക് അല്ല, പ്രൈവറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്താൽ ആരൊക്കെ ലൈക്ക് ചെയ്തു എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്? ആരൊക്കെ ലൈക്ക് ചെയ്തു നോക്കില്ല, എത്ര ലൈക്ക് ആയി നോക്കും. എത്ര ആയി നോക്കും, ഇടക്കിടക്കല്ല, അത് ഇട്ടിട്ടൊരു 2 മണിക്കൂർ. അങ്ങനത്തെ എന്തോ അൽഗോരിതം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെയുണ്ടാ? എല്ലാരും പറയണേക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മള് അത് ഞാൻ 2 മണിക്കൂർ വെച്ചാൽ ഞാൻ 2 മണിക്കൂർ വരെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതെന്ത് അൽഗോരിതം? അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യരുത് എന്തോ ഉണ്ട്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുറച്ചു നേരം നോക്കി, എനിക്കറിയില്ല കേട്ടോ, എന്റെ അടുത്ത് ആരോ ബുദ്ധിയുള്ള ആരോ പറഞ്ഞതാണ് എനിക്ക്. പക്ഷെ എനിക്ക് അങ്ങ് നോക്കിയപ്പോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കണ്ടിന്യൂസ് നമ്മുടെ വ്യൂസ് തന്നെ നമ്മൾ നോക്കുമ്പോ അത് കേറാത്ത. ഞാൻ എന്റെ പോസ്റ്റ് ഇട്ടാ ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇടക്കിടക്ക് നോക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 മിനിറ്റ് ഗ്യാപ്പ്, അങ്ങനെ കുറച്ചൊരു
ലോങ് ഇന്റർവെൽസ് കഴിഞ്ഞിട്ട് നോക്കും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ഒരു ആവേശം തീർന്നു നിൽക്കും. ഓക്കെ. യൂട്യൂബിൽ വരുന്ന ചില കോമന്റ്സ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ആ എങ്ങനത്തെ കോമന്റ്സ്? നെഗറ്റീവ് കോമന്റ്സ് ആണോ? എനിക്ക് ചില അതായത് ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വ്യൂസ് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് അത് നല്ല രീതിക്കാണോ വീഡിയോ റൺ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആൾക്കാർ റെസ്പോൺസ് ചെയ്യുന്നത് ഇനീഷ്യലി ഉള്ള കുറച്ച് ടൈം ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. എനിക്ക് പോസിറ്റീവ് എനർജി മാത്രം മതി. അപ്പൊ നെഗറ്റീവ് ഒക്കെ കളയാം. പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മള് അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വീഡിയോന്റെ ആ ഒരു പോക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി കോമന്റ്സ് നോക്കുന്നല്ലാതെ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നോക്കില്ലല്ലോ. പക്ഷെ എന്റെ അമ്മ എല്ലാം നോക്കും. അമ്മ എത്ര വർഷം കഴിഞ്ഞാലും പഴയതൊക്കെ നോക്കും. ആണോ? ഇപ്പൊ ചില വീഡിയോസിന്റെ താഴെ ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പം തങ്കുവിന്റെ കാര്യമല്ല പറഞ്ഞ, ഇപ്പൊ വേറെ ഇങ്ങനെ വീഡിയോസിന്റെ ഒക്കെ കാണുവാണെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ വന്ന് തെറി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും സങ്കടം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് എന്താന്ന് വെച്ചാ ഈ ലോകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാർ മാത്രമല്ലല്ലോ ഉള്ളത്, എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെ ഉള്ളൊരു ലോകമാണെന്നത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അവര് അയക്കുന്ന തെറി കമന്റ് നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യാണ്, നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ സമാധാനമാണ്, സന്തോഷമാണ്. സോ അതിന് നമുക്ക് ഉള്ള ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇപ്പം ഞാൻ വെച്ചാൽ വല്ല കമന്റ് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും. പണ്ട് ഞാൻ കുറച്ചുകൂടെ നെഗറ്റീവ് കമന്റ്സ് റിയാക്ട് ചെയ്യും. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊന്നും അറ്റൻഷൻ അങ്ങനെ അത്രയും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ആർക്കും ഒരു പ്രൊഫൈലിന്റെ പിന്നാലെ, ഫേസ് ഇല്ലാത്തൊരു പ്രൊഫൈലിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലോ ആർക്കും കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരൊന്ന് ബ്ലോക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് ഞാൻ അതിന് റിയാക്ട് ചെയ്യണത് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നേരിട്ട് ഒരാൾ വന്ന് തന്നെ എന്ത് ചെയ്യാമെന്ന് അപ്പം ചെയ്യും. സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അങ്ങനെ ആൾക്കാരുണ്ടെന്ന് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്താണോ അതിൽ ചെയ്യേണ്ടതെന്ന് വളരെ ബുദ്ധിപൂർവ്വം എടുത്തു ചാടാതെ അതൊക്കെ പൂർവ്വം ചെയ്യാം. ഓക്കെ. സ്വന്തം വരുമാനം കൊണ്ട് ഒരു കാർ കൂടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഇന്നൊരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അല്ല, എനിക്ക് കാർ വാങ്ങാൻ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ എല്ലാം ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പപ്പക്കും അമ്മക്കും ചേച്ചിക്കും എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിയുണ്ട്. അതായത് ബുദ്ധി എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ബുദ്ധിയല്ല, കോമൺ സെൻസ് ബുദ്ധിയുണ്ട് എല്ലാവർക്കും. അപ്പൊ എനിക്ക് ഏത് ബുദ്ധിയുള്ളത്? കോമൺ സെൻസ്. ഞാൻ അങ്ങനെ വലിയ പഠിപ്പി ഇന്റലിജന്റ് കുട്ടിയൊന്നും സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? അത് സ്കൂളിലായിരുന്നു. ബുദ്ധി ഇല്ലാണ്ട് ഒരു വെറുതെ തരുമല്ലോ. അല്ല, ഞാൻ ലാസ്റ്റ് ദിവസം എക്സാമിന് പഠിക്കുള്ളൂ. എല്ലാ ദിവസവും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയല്ല. പക്ഷെ എനിക്ക് ആ ഒരു കോമൺ സെൻസ്, എല്ലാ കുരുത്തക്കേടും ഉണ്ടായിട്ട് ലാസ്റ്റ് പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടിയാണോ? അതെ 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 അതെ. അല്ല, ഞാൻ എക്സാമിന്റെ തലേദിവസമേ പഠിക്കുള്ളൂ. അപ്പൊ ഞാൻ 12th എടുത്ത കൊമേഴ്സ് ആണ്. ഞാൻ ഇപ്പോഴും പഠിക്കുന്നത് BBLLB ആണ്. അപ്പൊ ഇതെന്നൊക്കെ വെച്ചാൽ ലോ എന്ന് പറയുന്നത് ബേസിക് കോമൺ സെൻസ് ആണ്, നമുക്കറിയാം. അതായത് സെക്ഷൻസ് മാത്രം കുറച്ച് ഡ്രൈ ആയിട്ട് തിയറീസും സെക്ഷൻസും അല്ലാതെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അങ്ങനെയാണെന്നല്ല. എത്ര സെക്ഷൻസ് ഉണ്ട് അതൊന്നും എനിക്കറിയില്ല. ആ സെക്ഷൻസും കുറച്ച് തിയറീസും അല്ലാതെ ബേസ് നിയമം, ഒരാളുടെ റൈറ്റ്സും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നിയമം അത് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് എക്സാമിന് ഇല്ലുസ്ട്രേഷൻ ഒക്കെ എഴുതാം. ഈ ഒരു സിറ്റുവേഷൻ വന്ന് ഇങ്ങനെ എങ്ങോട്ടോ പോകുന്നു, ഇപ്പൊ ഡ്രൈ ആവുന്ന ഇന്റർവ്യൂ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ പഠിക്കുന്ന ഒരു ഞാൻ എന്താ ആദ്യം പറയാൻ വന്നേ, ഇത് എങ്ങോട്ടോ എത്തിയല്ലോ. എന്തോ അയ്യോ എന്തായിരുന്നു ഞാൻ ചോദിച്ചത്? എന്തായിരുന്നു? കാറ് വാങ്ങണത്. അപ്പൊ എനിക്ക് ആദ്യം കാറ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നമുക്ക് ഒരു കാറും കൂടെ എടുക്കാന്ന്. അപ്പൊ എന്നോട് പപ്പ പറഞ്ഞു എടുക്കണമെങ്കിൽ നിനക്ക് എടുക്കാം, നിന്റെ പൈസയാണ്, ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു എടുക്കണമെങ്കിൽ എടുക്കാം, നിന്റെ പൈസയാണ്, പക്ഷെ നീ ആലോചിക്ക് അതിന്റെ ആവശ്യം ഉണ്ടോന്ന്, അതോ ഈ കാറ് മതിയോന്ന്. അപ്പൊ ഞാൻ നല്ലപോലെ ആലോചിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവിടെയും ഇവിടെയും പോയി തട്ടലോ മുട്ടലോ ഒക്കെ അങ്ങനെ ചെറുതായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു 100-ൽ 1% വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ വില കൂടിയ കാറോ അല്ലെങ്കിൽ വേറെ കാറോ, ഇത് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡും ആണ് എനിക്കിപ്പോൾ ഇത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയ കാറ് വേണ്ട, അത് കുറച്ച് അത്യാഗ്രഹമായിട്ട് എനിക്ക് തോന്നി. കയ്യിലിപ്പോൾ പൈസ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് അത് സ്പെൻഡ് ചെയ്യണം എന്നല്ലല്ലോ, വേറെ എന്തൊക്കെ നല്ല കാര്യം ചെയ്യാം, എന്തൊക്കെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്തു വണ്ടി വേണ്ട, ഇപ്പം ഉള്ള വണ്ടിയിൽ തന്നെ നല്ല ഓടിച്ച് പഠിച്ച് എക്സ്പേർട്ടായി കയ്യിൽ കുറേ പൈസയായിട്ട് ആ പൈസയിൽ നിന്ന് കാറിന് വേണ്ടി പൈസ എടുത്താലും ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഒരു സ്റ്റേബിളായി നിൽക്കുമ്പോൾ വാങ്ങാന്ന്. ഒരു 10 കൊല്ലമൊക്കെ കഴിയട്ടെ, അതൊരു ഇതുണ്ടല്ലോ. എന്നാലും ഏത് വണ്ടി വാങ്ങാൻ ആഗ്രഹം? ഏതാ ഇഷ്ടപ്പെട്ട കാർ? എനിക്ക് അങ്ങനെ കാസിനെ പറ്റി
ഒരു ബുദ്ധിയില്ലാത്ത എന്നാലും എനിക്ക് കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് ഈ കാർ വാങ്ങണം അങ്ങനെ ഒന്നും അല്ല. ഇപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് പറയുന്നത് മറ്റേ ഓഡി BMW ബെൻസ് അതിനോടാണോ താല്പര്യം? അങ്ങനെ ഏതേലൊക്കെ ഒന്ന് കിട്ടിയാൽ നല്ലത്. കൂപ്പർ എടുക്കങ്ങട്. അതെന്താ സംഭവിച്ചാ പുതിയ സ്വിഫ്റ്റ് എടുത്താ കൂപ്പർ പോലെ തന്നെ ഉണ്ട്. എന്നാ പിന്നെ ആ സ്വിഫ്റ്റ് എടുത്ത് ലോകം മറ്റിട്ടപ്പോൾ ഇതിന് പൈസ കളയണം. അപ്പൊ അത് വേണ്ട. ബെൻസ് അല്ലെങ്കിൽ ഓഡി അല്ലെങ്കിൽ BMW വാങ്ങാനാണ് ഇപ്പൊ പ്ലാൻ. പ്ലാൻ ഒന്നും ഇല്ല. അല്ല എന്നാലും ആഗ്രഹം എന്തെങ്കിലും 10 വർഷം കഴിഞ്ഞ് വാങ്ങുമ്പോ ഇതല്ലേ വാങ്ങാൻ ആഗ്രഹിക്കുന്നേ. അതിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന. പക്ഷെ അതൊക്കെ ശരിക്കും അധിക പെറ്റ. കാരണം എന്തെന്നറിയോ, അധിക പെറ്റല്ല, എനിക്ക് അധിക പെറ്റാണ്. കാരണം ആ വലിയ ലക്ഷറി വണ്ടി എടുത്ത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരും. എന്തിനാ ലൈഫിൽ സമാധാനം കളയുന്നത്? നമുക്ക് ഇതുപോലെ നല്ല വണ്ടി വാങ്ങിച്ച് തട്ടിയാലും നിന്റെ വണ്ടീന്റെ അപ്പുറത്ത് നോക്കിക്കോ ഇടിച്ച പാടുണ്ട്. എനിക്ക് എനിക്ക് പൈസ ചെലവാക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടെ കിടക്കട്ടെ, എനിക്ക് നേരാക്കണ്ടാന്ന്. മൊത്തം തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ട്, ഉള്ളിക്ക് തള്ളി. ഡോറ് പോലും തുറക്കാൻ അത്രക്ക് പറ്റില്ലായിരുന്നു. ലാസ്റ്റ് ഒരു ചേട്ടന് സഹതാപം തോന്നിയിട്ട് എനിക്ക് ആ ഡോറ് മാത്രമേ ശരിയാക്കി. ഞാൻ ബാക്കി ചളുങ്ങിയത് മാറ്റണ്ട, എനിക്ക് പൈസ തരാൻ വയ്യ. ഓക്കെ. ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി വഴി മാറി പോകുന്ന ചാറ്റ്സ് ആയി ചില നടന്മാർ ഇൻബോക്സിൽ വരാറുണ്ട്. നടന്മാരൊന്നും വരാറില്ല. ഐ ഹാവ് നെവർ. ഇനി എല്ലാരും എന്തോ കുട്ടിയായിട്ടാ കാണുന്നത്. ഈ പറയുന്ന പോലെ ഒന്നും എനിക്ക് നടക്കുന്നില്ല. 19 വയസ്സായെന്നൊന്നും മനസ്സിലാറിയില്ല. എനിക്കൊന്നും ചെറുപ്പം തൊട്ടേ എല്ലാരും കണ്ട് 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 കണ്ട്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസും ലൈക്ക് ടീനേജേഴ്സ് ഉണ്ട്, ഒരു 25ന്റെ താഴെ ഉള്ള ഏജുള്ള ആൾക്കാർ. അതിന്റെ മേളിക്കൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കുട്ടികളുടെ പേരൻസ് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അത് എങ്ങോട്ടൊക്കെ പോണു പറഞ്ഞു. ഓക്കെ. ചില ആളുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്പർ വാങ്ങിച്ചിട്ട് പിന്നെ തലവേദന ആയിട്ടുണ്ട്. ഇല്ല, ഞാനില്ലേ, എനിക്കറിയില്ല. ഞാൻ ഒരു പ്രത്യേക ജീവിയാണ്. എനിക്ക് അങ്ങനെ വലിയ കമ്പനികളൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരു ചാറ്റ് പേഴ്സൺ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റ പോട്ടെ, എന്റെ കോളേജ് ഫ്രണ്ട്സിന് പോലും അതുൽ ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ടോ നിനക്ക്? ഞാൻ ആർക്കും അയക്കാറില്ല, ഞാൻ അയക്കില്ല. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മടിയായി. ചില ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പ്രൊമോഷൻ ആണ് അതൊന്നും എനിക്ക് തലവേദനയായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് എനിക്ക് തോന്നുന്നു ചേച്ചിന് ഇഷ്ടമുള്ള ആൾക്കാര് ആരും അങ്ങനെ വരാറില്ല. എന്നെ കാണുമ്പോൾ ആർക്കും ആ വികാരം തോന്നാറില്ല. അതുകൊണ്ട് ആരും എന്റെ അടുത്ത് വരാറില്ല. ഓക്കെ ഓക്കെ. പഴയ ചില സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോസ്റ്റുകളാണ്. അതെ, പണ്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഒരുമാതിരി വൃത്തികെട്ട കളറൊക്കെ ലിപ്സ്റ്റിക് ഡാർക്കായി ഇട്ട് ഒരു ഫോട്ടോ എടുക്കണത്. അത് കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്ക് ക്രിഞ്ച് ആയപ്പോ ഞാൻ കളഞ്ഞു. ആ ഫോട്ടോ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ കാറ്റഗറിയിൽ തന്നെ ഒരു 100 ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ 100 എടുത്ത് കളഞ്ഞു. ഏതങ്ങനെ ഒരു ട്രൈ ചെയ്ത കളർ ഏതാ? അല്ല, അതായത് വിയേർഡ് കളേഴ്സ് ഒന്നല്ല, പക്ഷെ എന്റെ ഫേസിന് സ്യൂട്ട് ആവാത്ത കളേഴ്സ് വളരെ ഡാർക്ക് ആയിട്ട് കിട്ടും. അപ്പൊ എനിക്കത് പിന്നീട് ഞാൻ കുറച്ച് വലുതായപ്പോ കണ്ടപ്പോ എനിക്ക് കുറച്ച് ക്രിഞ്ചായി തോന്നി. അപ്പൊ അങ്ങനെ കളർ. ഓക്കെ. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് തങ്കുവിന്റെ ഭാവി പരിപാടികൾ? ഭാവിനെ പറ്റി ചോദിച്ചാൽ ഞാനൊരു വേറെ മനുഷ്യനാവും. അല്ല, എന്നാലും ഇപ്പൊ കോളേജിലൊക്കെ എങ്ങനെയാ? സെലിബ്രിറ്റി ഫീൽ ആണോ? അല്ല, കോളേജിലൊക്കെ എല്ലാരും ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഈ കുട്ടി യൂട്യൂബിലൊക്കെ ഉള്ള കുട്ടിയല്ലേ, സീനിയർ ആയി വന്നിരിക്കുന്നു. തങ്കു കോളേജിൽ എങ്ങനെയാ? കോളേജിൽ കേട്ടുണ്ടാക്കോ? ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ എങ്ങനെയാ? ആർക്കും എന്നെ അങ്ങനത്തെ ഇവ വെറുതെ പറയണം. ഇപ്പൊ എനിക്ക് വലിയ ട്രോള് കിട്ടാൻ കിട്ടിക്കോട്ടെ വെറും വൃത്തിയായിട്ട മൈൻഡില് പറയാം. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നോട് വന്ന വീഡിയോസ് കാണും എന്ന് പറയുമ്പോ എനിക്കത് എന്താന്ന് വെച്ചാൽ ലൈക്ക് എന്റെ വീഡിയോസ് കണ്ട അവര് എന്റർടൈൻ ആവുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഫാൻ ആവുന്നു, ഞാനെന്തോ സെലിബ്രിറ്റി, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആരും എന്നോട് അങ്ങനെ കാണിച്ചിട്ടും ഇല്ല. കാണിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ ഞാൻ. പറയാറുണ്ടോ ടീച്ചേഴ്സ് ഇപ്പോഴും? ഇല്ല, എന്റെ സ്കൂൾ ടീച്ചേഴ്സ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കോളേജ് ടീച്ചേഴ്സ് കുറച്ചുകൂടെ കൂളാണ്. എനിക്ക് തോന്നുന്നു ആ വഴക്കൊന്നും പറയാറില്ല. അല്ല, അതിന് വഴക്ക് പറയാൻ ഞാന് ഒന്നും അങ്ങനെ വീഡിയോസ് അല്ല, നല്ല കുട്ടിയെന്നല്ല, എനിക്കറിയില്ല ചേച്ചി. ഉണ്ടോ? ഞാൻ അതായത് എനിക്ക് കുറെ ഉടായ്പ കാര്യങ്ങൾ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ ചിന്തിക്കും. അതായത് ഇപ്പൊ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് വലിയ മോശമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതല്ലാതെ നമ്മൾ ഒരുമാതിരി കുരുത്തക്കേട് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ അടിച്ചടി കിട്ടുന്ന സാധനം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഡീസന്റ് ആണോ ചോദിച്ചാൽ അല്ല, എന്തും ചെയ്യും. പക്ഷെ ചെയ്യുന്നത് ആലോചിച്ചിട്ടാണ് ചെയ്യുക. നല്ലതും ചീത്തയും ഒക്കെ ചെയ്യാം ആലോചിച്ചിട്ട്.
ഓക്കെ, അപ്പൊ ഇത്രയും ടൈം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്തതിന് തങ്കുവിന് ഒരുപാട് നന്ദി. ഇപ്പൊ ഇനി 50 ലക്ഷം, ഇനി കോടികൾ കവിഞ്ഞൊഴിയട്ടെ, അക്കൗണ്ട് നിറഞ്ഞൊഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ആണോ? താങ്ക് യു. ഹാപ്പി ആണോ?